യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പെന്തക്കോസ്താനുഭവ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഒരു സമ്പത്തായിട്ടാണ് ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ സമ്പത്ത് നമുക്ക് സ്വന്തമാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ചോദിച്ചാൽ മതി. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന സകലരുടെ മേലും കർത്താവ് സ്വർഗത്തിൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. 2ാമത്തെ ദിവസമായ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു മുദ്രയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സീൽ അഥവാ മുദ്ര. നിങ്ങളുടെ SSLC ബുക്കിൽ ഒരു സീൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു സീൽ കാണാൻ പറ്റും. നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡോക്യുമെന്റ്സ് എടുത്താലും അതിൻ്റെ അകത്തൊരു സീൽ കാണാൻ സാധിക്കും. ഒരു മുദ്ര അഥവാ സീൽ ഇല്ല എങ്കിൽ ആ ഡോക്യുമെന്റിന് യാതൊരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. അത് എത്രമാത്രം വില കൂടിയ പേപ്പറിൻ്റെ അകത്താണ് ആ ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും അതിലൊരു ഗവൺമെന്റിന്റെ ഒരു സീൽ അഥവാ മുദ്രയില്ല എങ്കിൽ അതിന് യാതൊരു വിലയും ഇല്ല. എന്നാൽ ഏറ്റവും വില കുറഞ്ഞ പേപ്പറിലാണെങ്കിൽ പോലും ഒരു ഡോക്യുമെന്റിൽ ഗവൺമെന്റിന്റെ ഒരു സീൽ ഉണ്ടെങ്കിൽ അതിനെവിടെ ചെന്നാലും നിങ്ങൾക്കൊരു വില നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇന്ന് എഫേസോസുകാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം തിരുവചനം: രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ലോകം മുഴുവനിലും ശാലോം ടെലിവിഷന്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ ഒരു സീലാക്കി ദൈവം കാണിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ഒരു മുദ്രയിട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും ദൈവം ഒരു സീൽ അടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കായേന്റെ നെറ്റിയിൽ ഒരു മുദ്രയിടുന്നതിനെ പറ്റി നിങ്ങൾ വായിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ ഇതാ ഒരു മുദ്രയിടുകയാണ്. അത് പരിശുദ്ധാത്മാവെന്ന മുദ്രയാണ്. എന്താണ് ഈ മുദ്ര അഥവാ സീൽ കാണിക്കുന്നത്? ഒന്ന്, ഓതന്റിസിറ്റി അഥവാ ആധികാരികതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ഓതന്റിക് ആണ്, അതിന് വിലയുണ്ട്. അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ല, അല്ലെങ്കിൽ കള്ള പാസ്പോർട്ട് അല്ല, കള്ള നോട്ടല്ല എന്നൊക്കെ തിരിച്ചറിയുന്നത് അതിൻ്റെ പുറത്തുള്ള മുദ്രയാണ്. നിങ്ങളുടെ പറമ്പിൻ്റെ പ്രമാണത്തിൽ ഒരു സീൽ കാണാം. കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അടിച്ചിരിക്കുന്ന ഒരു സീലാണ്. ആ സീലാണ് ഈ പ്രമാണത്തെ ആധികാരികതയുള്ളതാക്കി മാറ്റുന്നത്. റോമാലേഖനം 8:9: ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഇവിടെയാണ് ആധികാരികത. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിടാത്ത ഒരു വ്യക്തിയെപ്പറ്റി സ്വർഗം പറയുന്നത് ആ വ്യക്തി ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തുവിനുള്ളവൾ അല്ല. ഇതെഴുതിയിരിക്കുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ്. എഫേസോസ് ഒരു തുറമുഖ പട്ടണമാണ്, കപ്പലുകൾ വരുന്ന ഒരു തുറമുഖ പട്ടണം. ഈ തുറമുഖ പട്ടണത്തിൻ്റെ തീരത്ത് ഈ കപ്പലിൽ കൊണ്ടുവരുന്ന തടികൾ, വീട് ഉണ്ടാക്കാനുള്ള തടികൾ, ആയിരക്കണക്കിന് തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് തടികൾ ഇങ്ങനെ തീരം മുഴുവൻ ഇട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇത് ആരുടേതാണിത്, ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ കാണാം ഓരോ തടിയിലും സീലടിച്ചിട്ടുണ്ട്. ഒരു 50 തടികളിൽ ഒരുപോലിരിക്കുന്ന സീല് കാണാം. അത് ഒരു മുതലാളിയുടെ തടികളാണ്. വേറെ ഒരു 100 തടിയിൽ വേറെ രീതിയിലുള്ള ഒരു സീലടിച്ചിട്ടുണ്ട്. അത് മറ്റൊരു ഉടമസ്ഥന്റെ ആധികാരികതയെ കാണിക്കുന്നു, ഓതന്റിസിറ്റിയെ കാണിക്കുന്നു. എല്ലാ തടികളിലും മുദ്രയുണ്ട്, കണ്ടുപിടിച്ചെടുക്കാൻ എളുപ്പമാണ്. ദൈവം പറയാണ്, ആരാണ് ഒരു ദൈവ പൈതലെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന മുദ്രയാണ്
നമ്മൾ ദൈവ പൈതനാണെന്നുള്ളതിൻ്റെ ആധികാരികത. ഈ മുദ്രയിട്ടുകൊണ്ട് ദൈവം ആധികാരികതയെ ഉറപ്പിക്കുകയാണ്. 2, മുദ്ര അനന്തരാവകാശത്തെ കാണിക്കുന്നു, അവകാശത്തെ കാണിക്കുന്നു. മാതാപിതാക്കൾ മരിക്കുന്നതിന് മുൻപായി പ്രമാണങ്ങൾ എഴുതുന്ന ഒരു പതിവ് ലോകത്തിലുണ്ട്. എൻ്റെ വടക്കേ സൈഡിലുള്ള പറമ്പ് മൂത്ത മകന്, എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ റബ്ബർ തോട്ടം എൻ്റെ ഇളയ മകന്, ഇപ്പുറത്തെ വയൽ തോട്ടം എൻ്റെ മകൾക്ക് എന്നൊക്കെ പറഞ്ഞ്, വീട് എൻ്റെ ഇളയ മകന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രമാണങ്ങൾ എഴുതി അതിൽ മുദ്ര വയ്ക്കാറുണ്ട്. ആ മുദ്ര എന്തിനെ കാണിക്കുന്നു? അനന്തര അവകാശത്തെ കാണിക്കുന്നു. ഗലാത്യ ലേഖനം 4:7 പറയാണ്, നീ ഇനിമേൽ ദാസനല്ല പുത്രനാണ്, പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയാണ്. ഹല്ലേലൂയ. POC ബൈബിൾ വായിക്കുന്നവരാണ് എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ശരിയാണ്. POC ബൈബിളിൽ എത്ര വാഗ്ദാനങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും പറയാം? POC ബൈബിളിൽ എത്ര വാഗ്ദാനങ്ങളുണ്ട്? ഇനി ആലോചിച്ച് വിഷമിക്കേണ്ട. POC ബൈബിളിൽ 8810 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എത്ര വാഗ്ദാനങ്ങൾ? 8810. 8810 വാഗ്ദാനങ്ങൾ POC ബൈബിളിൽ നമുക്ക് മാർക്ക് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. കർത്താവ് ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഇട്ടുകൊണ്ട് പറയുകയാണ്, ഈ 8810 വാഗ്ദാനങ്ങൾക്കും നിങ്ങൾ അവകാശികളാണ്. ഒരു പ്രമാണം തന്നിട്ട് ആ പ്രമാണത്തിൽ നമുക്ക് എന്താണുള്ളത് എന്ന് അവകാശം കൈമാറുന്നത് പോലെ 8810 വാഗ്ദാനങ്ങളുടെ ഒരു അവകാശ പത്രിക നമുക്ക് തന്നുകൊണ്ട് പറയുകയാണ്, ഇതിനെല്ലാം നിങ്ങൾ അവകാശികളാണ്. 2 കൊറിന്ത്യർ 1:20 പറയുന്നു, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ ഒന്നുപോലും നോ ഇല്ല എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും 8810 വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. നാം ഓർക്കണം, നാം മക്കളെങ്കിൽ അവകാശികളാണ്. ഹല്ലേലൂയ. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നവരുമുണ്ട്, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പുമുണ്ട്. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നിടത്ത് ഈ അനന്തരാവകാശം ഓപ്പറേറ്റ് ചെയ്യത്തില്ല. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നിടത്ത് അനന്തരാവകാശങ്ങളുടെ കൈമാറ്റമില്ല. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നിടത്ത് കാര്യങ്ങൾ മാറി മറിയുകയാണ്. അപ്പനുള്ളതെല്ലാം നമുക്കുള്ളതാണ്. ധൂർത്തപുത്രന്റെ ഉപമയിൽ പിണങ്ങി നിൽക്കുന്ന മകനോട്, വീട്ടിൽ കയറാൻ മടിക്കുന്ന മൂത്ത പുത്രനോട് പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് തരുമ്പോൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും ദൈവം പറയുകയാണ്, എൻ്റെ ഏകജാതനെ പോലും നിനക്ക് തരാൻ ഞാൻ മടി കാണിച്ചില്ല എങ്കിൽ, എൻ്റെ മാറോട് ഒട്ടിപ്പിടിച്ചിരുന്ന എൻ്റെ വചനത്തെ, എൻ്റെ പൊന്നു പുത്രനെ നിനക്ക് വേണ്ടി തരാൻ ഞാൻ മടി കാണിച്ചില്ല എങ്കിൽ, 8810 വാഗ്ദാനങ്ങൾ എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ് മകനെ, നിസ്സാരമാണ് മകളെ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. 3ാമത്തെ അടയാളം, മുദ്ര അഥവാ സീൽ, സംരക്ഷണത്തെ കാണിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഈ റെയിൽവേ പാളം നിർമ്മിക്കാനുള്ള കോൺക്രീറ്റ് ബാറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. 3 വർഷം കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴും ആ ബാറുകൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ഒരൊറ്റ ആൾ പോലും അതിൽ തൊടാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. മഴയും കാറ്റും വെയിലും എല്ലാം കൊണ്ടിട്ടും ഒരു കള്ളന്മാരും ഒരു രാത്രിയും പകലും വന്ന് ഈ സാധനത്തെ തൊടുകയില്ല. അതിൻ്റെ കാരണം നിങ്ങൾ അടുത്ത് എന്നാൽ കാണാം, റെയിൽവേയുടെ ഒരു മുദ്ര, ഒരു സീൽ ആ ബാറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും. വലിയ ഒരു സംരക്ഷണം ഈ മുദ്രയിലൂടെ റെയിൽവേ ഈ ബാറുകൾക്ക് കൊടുക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ശക്തികൾ ഏത് തരത്തിലും നമ്മെ തകർക്കാൻ നോക്കുമ്പോൾ, നമ്മുടെ ആത്മാവിനെ നരകത്തിൽ എത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത കോടാനുകോടി അന്ധകാരത്തിൻ്റെ ദൂതന്മാർ ഉറക്കമില്ലാതെ രാവും പകലും അധ്വാനിച്ച് നമ്മളെ നേടാൻ പരിശ്രമിക്കുമ്പോൾ, ദൈവം പറയാണ്, നിന്റെ സംരക്ഷണത്തിന് ഞാൻ നിന്നോടുകൂടെയുണ്ട്, എൻ്റെ മുദ്ര നിന്നോടുകൂടെയുണ്ട്, എൻ്റെ സീൽ നിന്റെ മേൽ ഞാൻ പതിച്ചിരിക്കുന്നു. നിന്നെ മോഷ്ടിക്കുവാൻ കള്ളനും ദുഷ്ടനും ചതിയനുമായ സാത്താൻ നിന്റെ അടുത്ത് വരുമ്പോൾ, നിന്റെ മുദ്ര കാണുമ്പോൾ അവൻ ഭയന്നു മാറും.
പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് മോശയോട് പറഞ്ഞു, രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ സംഹാരദൂതൻ നിന്റെ ഭവനത്തെ തൊടുകയില്ല. രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ അവൻ അകന്നുപോകും. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, അഭിഷേകം നമ്മളിൽ കാണുമ്പോൾ ശത്രു ഭയന്ന് പിന്മാറുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ ഒരടയാളമിടുക. നിങ്ങൾ ഈ വചനം കേട്ടിട്ടുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ഒരു വചനമാണിത്. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന വലിയ ഒരു വാഗ്ദാനമാണിത്. ഈ നഗരത്തിൽ, ഈ ടൗണിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്ന മക്കളുടെ നെറ്റിയിൽ ഒരു അടയാളമിടുക. 9:5 സംഹാരം തുടരുവിൻ. 9:6 അടയാളമുള്ള ഒരൊറ്റയാളെ തൊട്ടു പോകരുത്. ഒരു ടൗൺ മുഴുവൻ നശിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അർജന്റീനയിൽ പണ്ട് എപ്പിക്യൂൻ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ടായിരുന്നു. ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലം. ആ ടൗൺ ഇന്ന് ഇല്ല. 8 നില കെട്ടിടങ്ങളടക്കം സകലതും വെള്ളത്തിൻ്റെ താഴെ മുങ്ങിപ്പോയി. നിർത്താതെ പെയ്ത മഴയിൽ ആ ടൗൺ പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, ഒരു പട്ടണം ഇതുപോലെ നശിപ്പിക്കപ്പെടുമ്പോഴും അവിടെ ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുന്നവരുടെ നെറ്റിയിൽ ഒരു അടയാളമിടുക. സംഹാരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെ തുടരുത്. ഹല്ലേലൂയ. സുനാമികൾ ആഞ്ഞടിക്കുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ചില വ്യക്തികൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ സമയത്ത് നമ്മൾ കേട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചതിൻ്റെ ചരിത്രമാണ്. പക്ഷേ അവിടെ 4 കത്തോലിക്ക സന്യാസിമാർ ജപമാല ചൊല്ലി മുട്ടിന്മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടൊരു ചരിത്രവും ലോകത്തിന് നമ്മോട് പറയാനുണ്ട്. ഹല്ലേലൂയ. അവരുടെ നെറ്റിയിൽ ഒരു അടയാളമിടുക, അവരെ തുടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ സംരക്ഷണത്തെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കാണിക്കുന്നു. 4, മുദ്ര ഓണർഷിപ്പിനെ കാണിക്കുകയാണ്, ഉടമസ്ഥാവകാശത്തെ കാണിക്കുകയാണ്. 2 കൊറിന്ത്യർ 1:21 അവിടെ നിന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്തിരിക്കുന്നു. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? യു ആർ മൈ ഓൺ. നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്. നിന്റെ ഉടമസ്ഥാവകാശം ഞാൻ ലോകത്തിൽ ആർക്കും കൊടുക്കുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും. നീ എനിക്ക് വിലപ്പെട്ടവളും പ്രിയങ്കരിയും അമൂല്യവും. നീ എൻ്റേതാണ്. ദൈവം പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. ദൈവം പറയുന്നു, സാത്താന് ഞാൻ നിന്നെ കൊടുക്കുകയില്ല, മറ്റാർക്കും കൊടുക്കുകയില്ല, നീ എൻ്റേതാണ്. 1 കൊറിന്ത്യർ 6:19 നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 7:6 ശ്രദ്ധിക്കുക. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ഈ വചനം നമ്മൾ പറയണം. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് എൻ്റെ സ്വർഗത്തിലെ പിതാവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്തിലുള്ള ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന്, വാട്ട് എ സെലക്ഷൻ! അത്ഭുതകരമായ ഒരു തെരഞ്ഞെടുപ്പ്. ദൈവം പറയുകയാണ്, അനേക സ്ത്രീകളിൽ നിന്ന് ഞാൻ എൻ്റെ ഭാര്യയെ തെരഞ്ഞെടുത്തുകൊണ്ട് പറയുകയാണ്, ഇവൾ എൻ്റെ സ്വന്തമാണ്, ഇവൾ മാത്രമാണ് എൻ്റെ സ്വന്തം. ലോകത്തിൽ അവളെ മോളെ എന്ന് വിളിക്കുന്ന പലരും ഉണ്ട്, ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, ആൻറ്റി എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷേ ഭാര്യയെ എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമാണ്. എനിക്ക് മാത്രമേ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ഭാര്യയെ നോക്കി പറയാൻ പറ്റൂ. എന്നെ പലരും ബ്രദറെ, ജോൺ ബ്രദറെ, ഡോക്ടർ ജോൺ, ചേട്ടാ, അങ്കിൾ. അവൾക്ക് മാത്രം എന്നെ ഹസ്ബൻഡ് അഥവാ ഭർത്താവ് എന്ന് വിളിക്കാൻ സാധിക്കുന്നു. അനേക സ്ത്രീകളിൽ നിന്നും ഞാൻ അവളെ തെരഞ്ഞെടുത്തു, അനേക പുരുഷന്മാരിൽ നിന്നും അവൾ എന്നെ തെരഞ്ഞെടുത്തു. ലോകത്തിലുള്ള അനേകരിൽ നിന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് പറയാണ്, നീ എൻ്റെ വധുവാണ്, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിനക്ക് മണവാളനാണ്, നീ എൻ്റെ മണവാട്ടി ആണ്. 5, മുദ്ര ഉത്തരവാദിത്വത്തെ കാണിക്കുകയാണ്, റെസ്പോൺസിബിലിറ്റി.
എഫേസ്യ ലേഖനം 4:30 പറയാണ്, രക്ഷയുടെ ദിനത്തിലേക്ക് നമ്മളെ മുദ്രിതരാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുദ്രയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്തെല്ലാം ചെയ്യുമെന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദൈവം നമ്മോട് പറയാണ്, മുദ്രയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിക്കുന്ന ദിവസം മുതൽ അവിടെ ഒരു ഉടമ്പടി ഞാൻ പറയുന്നുണ്ട്, വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം. ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇന്നു മുതൽ എൻ്റെ സഹോദരിമാരായി മാറുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം അവിടെ വെച്ചെടുക്കുകയാണ്. എൻ്റെ ഭാര്യയുമൊത്തുള്ള ഒരു ജീവിതം ഞാൻ ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം വരികയാണ്. ഈ നിമിഷം മുതൽ ഞാൻ സ്വർഗത്തിൻ്റെതായി ജീവിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വലിയ ഒരു റെസ്പോൺസിബിലിറ്റി വരികയാണ്. എല്ലാവരും നോക്കുന്നതെല്ലാം നോക്കാൻ എന്നെ കൊണ്ടിനി പറ്റുകയില്ല. എല്ലാവരും കാണുന്നതെല്ലാം കാണാൻ എന്നെ കൊണ്ടിനി പറ്റുകയില്ല. എല്ലാവരും പറയുന്നതെല്ലാം പറയാൻ എന്നെ കൊണ്ടിനി സാധ്യമല്ല. എല്ലാവരും പോകുന്നിടത്തേക്ക് പോകാൻ എന്നെക്കൊണ്ട് ഇനി സാധ്യമല്ല. കാരണം ഞാൻ മറ്റൊരാളുടെ സ്വന്തമാക്കപ്പെട്ടിരിക്കുന്നു. 2 തിമോത്തി 2:19 പറയുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 4:1 പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. എനിക്കറിയാവുന്ന ഒരു നേവി ഓഫീസറുണ്ട്. അദ്ദേഹം കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിന് 83 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം നേവിയിൽ ഏതാണ്ട് 7 വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം ജോലി രാജിവെച്ച് പൂർണ്ണസമയ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നേവിയിലായിരിക്കുന്ന സമയത്ത് ഒരു സംഭവം പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്കറിയാം, മദ്യം സുലഭമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നേവിയിലൊക്കെ മദ്യം കേട്ടിട്ടില്ലേ? പട്ടാള കോട്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത്. ഈ നേവിയിലൊക്കെ മദ്യമുണ്ട്. അപ്പോൾ അവിടെ വലിയ ഒരു പാർട്ടി നടക്കുമ്പോൾ മദ്യം സുലഭമായിട്ട് വിളമ്പുകയാണ്. അദ്ദേഹത്തിന് അന്ന് 27 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഗ്ലാസും എടുത്തുകൊണ്ട് അദ്ദേഹം ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ പതുക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരാതെ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തിരിച്ച് ഒരു മറുപടി കൊടുക്കുകയാണ്, മദ്യം കുടിക്കുവാനായി ഞാൻ എൻ്റെ കൈകൾ കൊണ്ടുവന്നിട്ടില്ല. മദ്യം കുടിക്കുവാനായി ഞാൻ എൻ്റെ കൈകൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കൈകൾ എവിടെ പോയി? ക്യാപ്റ്റൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കൈകൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കൈകൾ എൻ്റേതല്ല, മറ്റൊരാൾ തന്ന കൈയാണ്. ക്യാപ്റ്റൻ ഒന്നും മനസ്സിലായില്ല. ക്യാപ്റ്റൻ കണ്ണുമിഴിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കൈകൾ യേശുവിന് കൊടുത്തിട്ട് യേശുവിൻ്റെ കൈകൾ യേശു എനിക്ക് തന്നു. അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഇനി എനിക്ക് മദ്യമെടുക്കാൻ സാധ്യമല്ല. എല്ലാവരും ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു, പരിഹസിച്ചു. കാലം മുന്നോട്ട് പോയി. അനേക വർഷങ്ങൾ കഴിഞ്ഞു. 30-35 വർഷങ്ങൾക്ക് ശേഷം ഈ ക്യാപ്റ്റൻ മരണ കാത്ത് കട്ടിലിൽ കിടക്കുകയാണ്. അദ്ദേഹം അക്രൈസ്തവനായ ഒരു മനുഷ്യനാണ്. മരണം അടുത്തടുത്ത് വരുന്നു എന്ന് മനസ്സിലായ അദ്ദേഹം തൻ്റെ ഫ്രണ്ട്സിനെ, കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ചോരത്തിളപ്പിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും മദ്യപിച്ച് നിൽക്കുമ്പോൾ കയ്യിൽ ലജ്ജ കൂടാതെ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഗ്ലാസുമായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കൈകൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ ഞാൻ ഓർക്കുന്നു. അവൻ്റെ മുഖം ഞാൻ ഓർക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മുഖം എനിക്ക് മരണക്കിടക്കയിൽ കൊണ്ടുവരുന്നു. അവനെ ഒന്നുകൂടി കാണാൻ ഞാൻ കൊതിക്കുന്നു. എവിടെയാണെങ്കിലും അവനെ ആർക്കെങ്കിലും എൻ്റെ അവസാന ആഗ്രഹമായി ഈ കട്ടിലിൻ്റെ അടുക്കലേക്ക് അവനെ ഒന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? സ്നേഹിതർ 4 ഭാഗത്തേക്കും അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ കണ്ടെത്തി, ഒറീസയുടെ ഒരു ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ നമ്മുടെ നേവിക്കാരൻ ചെറുപ്പക്കാരൻ. അവിടെ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. മരണക്കിടക്കയിൽ കൊണ്ടുവന്ന് ഈ കാഴ്ച കാണുമ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ്, ഒരിക്കൽ കൂടി അന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാമോ? ആ ഒരു ഓർമ്മകൾ പോലും എൻ്റെ ആത്മാവിന് കുളിര് പകരുന്നു. ഒട്ടും വൈകിയില്ല. സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. സ്വർഗം വിട്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം, സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് പാപികളിൽ ഒരുവനെ പോലെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാപികളിൽ ഒരുവനെ പോലെ മാമോദീസ സ്വീകരിച്ച് പാപം ചെയ്യാത്തവനായി ജീവിച്ച് പാപമെല്ലാം ഏറ്റെടുത്ത് മരക്കുരിശുമായി ഗാഗുൽത്താമല കയറിപ്പോയി 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് നഗ്നനായി കുരിശിൽ തൂങ്ങി
തന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ദൈവം സ്നേഹം മാത്രമാണ് എന്ന് കുരിശിൽ തെളിയിച്ച ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം ഈ നേവൽ ഓഫീസർ ഈ ക്യാപ്റ്റന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്യാപ്റ്റന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞ ഈ ദൈവത്തെ എൻ്റെ സ്വന്തമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സഹോദരൻ പറഞ്ഞു കൊടുത്തു, കർത്താവായ യേശുവേ, ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായി വരണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. വൃദ്ധനായ ഈ ക്യാപ്റ്റൻ പ്രാർത്ഥന ഏറ്റുചൊല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകി താഴേക്ക് വരികയാണ്. മുഖത്തൊരു അഭൗമികമായ പ്രകാശം തെളിഞ്ഞു വരുന്നത് എല്ലാവരും കണ്ടു. അതെ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ പ്രകാശത്തിലേക്ക് വരികയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞിരുന്നവർ ഒരു പ്രകാശം കണ്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തുവിന്റെ മകനായി അദ്ദേഹം തൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ പക്കലേക്ക് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു റെസ്പോൺസിബിളായ മകനായി 27-ാം വയസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കിട്ടിയ ചെറുപ്പക്കാരൻ നേവിയിൽ മദ്യം കുടിക്കാതെ ഒരു ഓറഞ്ച് ഗ്ലാസുമായിട്ട് നിന്നതിൻ്റെ ഫലം 35 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഓർമ്മകൾ പുറകോട്ട് പോയി ഒരു നേവി ക്യാപ്റ്റൻ സത്യദൈവത്തെ കണ്ടെത്താൻ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റം സഹായിക്കുകയാണ്. ഇപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, നമ്മളുടെ കാലുകൾ നമ്മളുടെ സ്വന്തമല്ല, നമ്മളുടെ കൈകൾ നമ്മളുടെ സ്വന്തമല്ല, നമ്മളുടെ കണ്ണുകൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ കർത്താവിൻ്റെതാണ്. നമ്മൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എൻ്റെ കണ്ണുകൾ നിന്റെ കണ്ണുകളാണ്, ഇതിലൂടെ നീ കാണണമേ. എൻ്റെ നാവ് നിന്റെ നാവാണ്, ഇതിലൂടെ നീ സംസാരിക്കണമേ. എൻ്റെ കാതുകൾ നിന്റെ കാതാണ്, ഇതിലൂടെ നീ കേൾക്കണമേ. എൻ്റെ കൈകൾ നിന്റെ കൈകളാണ്, ഇതിലൂടെ നീ സ്പർശിക്കണമേ. എൻ്റെ കാലുകൾ നിന്റെ കാലുകളാണ്, ഇതിലൂടെ നീ നടക്കണമേ. എൻ്റെ ബുദ്ധി നിന്റെ ബുദ്ധിയാണ്, ഇതിലൂടെ നീ ചിന്തിക്കണമേ. എൻ്റെ ജീവിതം നിന്റെ ജീവിതമാണ്, ഇതിലൂടെ നീ ജീവിക്കണമേ. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. പൗലോസ് പറയാണ്, ക്രിസ്തീയ ജീവിതം എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല, എന്നാൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മറ്റൊരാൾ എൻ്റെ പകരക്കാരനായി ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് പകരക്കാരനായി മരിച്ചു, തീർന്നില്ല. യേശു നമുക്ക് പകരക്കാരനായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. യേശു നമുക്ക് പകരക്കാരനായി മരിച്ചത് നാം ആഘോഷിക്കാറുണ്ട്, എന്നാൽ മറ്റൊരു സത്യമുണ്ട്. യേശു നമുക്ക് പകരക്കാരനായി നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ നാം വിട്ടുകൊടുത്താൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യം നാം കാണും. സ്വർഗം നമ്മളിൽ നിറയുന്ന അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേൽ അവിടുത്തെ മുദ്ര അവിടുന്ന് പതിപ്പിച്ചിരിക്കുന്നു. എൻ്റെ മേൽ ഒരു സീൽ അടിച്ചുകൊണ്ട് അങ്ങയുടെ സ്വന്തമാക്കി എന്നെ മാറ്റി. റെയിൽവേ അതിൻ്റെ കോൺക്രീറ്റ് ബാറുകളിൽ സീലടിക്കുന്നത് പോലെ, ഒരു പ്രമാണത്തിൽ ഗവൺമെന്റ് സീലടിക്കുന്നത് പോലെ എൻ്റെ മേലൊരു മുദ്ര പതിപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവേ. ആ മുദ്ര പരിശുദ്ധാത്മാവാണ്. ഈ മുദ്ര കാണുമ്പോൾ സാത്താൻ ഭയന്ന് വിറയ്ക്കുകയാണ്. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഈ മുദ്രയാണ് അതിനെ ഉറപ്പിക്കുന്നത്. കർത്താവെ, ഈ മുദ്രയെക്കുറിച്ച് എന്നെ ബോധവാനാക്കിയതിന് നന്ദി. എനിക്ക് മനസ്സിലാകുന്നു കർത്താവെ, ഞാൻ വ്യത്യസ്തയാണ്. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ നടപ്പ് ഈ നിമിഷം മുതൽ മാറുകയാണ്. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവേ, ലോകം മുഴുവനിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റിങ്, അഭിഷേകം ഇറങ്ങട്ടെ. സകല ഭവനങ്ങളിലും, സകല കോൺവെന്റുകളിലും, സകല ഇടങ്ങളിലും ഇപ്പോൾ ശാലോം ടിവിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ വിടിവിക്കട്ടെ. മുദ്ര ജനങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.